ആരും ടെൻഷനാവണ്ട, പരിഹാരമുണ്ട്. ഈ കെട്ടിടത്തിനകത്തും എല്ലായിടത്തും ഹോളി വാട്ടർ തെളിച്ച് കുരിശ് സ്ഥാപിച്ചാൽ അനാവശ്യ ഭയം ആർക്കും ഉണ്ടാകില്ല. അത് ശരിയാ. അച്ഛൻ കുരിശു വെച്ച് ഒരു വെഞ്ചിരിപ്പ് നടത്തിയ ഒരു ദുഷ്ടശക്തിയും ഇതിനകത്ത് കയറില്ല. ഏതെങ്കിലും ശക്തി കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോളൂ. അങ്ങനെ അമിതമായ ആത്മവിശ്വാസം ആർക്കും വേണ്ട. ദൈവത്തിന്റെ അടയാളങ്ങളെ പോലും കബളിപ്പിക്കുന്ന നമ്മൾ കാണാത്ത ചില ഫോഴ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രശ്നങ്ങൾ മാറ്റാൻ ഏതായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അവിടെ ആരാണ്? എന്താ അച്ചോ? ഏയ്, ഒന്നുമില്ല. വരൂ. നമ്മൾ വിജയിച്ചടി, നമ്മൾ ജയിച്ചു. നമ്മുടെ കെണിയിൽ റീന അമ്മ വീണു. ഇനി പലരും വീഴാൻ കിടക്കുന്നതേ ഉള്ളൂ. അടിമറ്റത്തച്ഛൻ ഇവിടെ തളിക്കാനുള്ള ഹോളി വാട്ടർ കൊണ്ടുവന്നതേ ടാങ്കർ ലോറിയിലാണോ? ഞാൻ കണ്ടിട്ടില്ല, പിന്നാലെ വരുന്നുണ്ടാവും. ഇവിടെ കുരിശ് സ്ഥാപിക്കുന്നുണ്ട്. പ്രേതശക്തികൾ തല പൊക്കാതിരിക്കാണ് കുരിശ് സ്ഥാപിക്കുന്നത്. അച്ഛൻ കുരിശ് സ്ഥാപിക്കണം. സ്ഥാപിക്കുമ്പോഴാണല്ലോ ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കും. നമ്മൾ ഉണ്ടാക്കിയ കഥ റീനാമയും വിശ്വസിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പ്രേതം ഉണ്ടെന്ന് എല്ലാരെയും അറിയിക്കേണ്ട സമയമായി. നമ്മുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമായി. അച്ഛൻ കുരിശ് വെച്ച് ഹോളി വാട്ടറിൽ ഈ ഹോസ്റ്റലിനെ കുളിപ്പിച്ചിട്ട് പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രേത നാടകം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്കൊരു പ്രേത വേഷം കെട്ടി 5 സുന്ദരികളെ ആദ്യം പേടിപ്പിക്കാം. അതെ, 5 എണ്ണവും പേടിച്ച് പുറത്തിറങ്ങരുത്. ഇവിടെ ഒരു പ്രേതശക്തി ഉണ്ടെന്ന് സംസാരമായ സ്ഥിതിക്ക് നമുക്കത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം. എല്ലാത്തിന്റെയും പേടി കണ്ട് രസിക്കുന്നതേ ഒരു രസമല്ലേടി. എനിക്ക് 5 സുന്ദരികളുടെ ഭയമാണ് കാണേണ്ടത്. കാണിച്ചു തരാ ഞാൻ. വഴിമാറ്. അതന്നെ. വഴിമാറി.
ആ